കുർബാന പ്രശ്നത്തിന് പരിഹാരം തേടി മുൻ സുപ്രീം കോടതി ജഡ്ജി ജസ്റ്റിസ് കുര്യൻ ജോസഫിന്റെ നേതൃത്വത്തിൽ 4-അംഗ സംഘം മാർപ്പാപ്പയെ നേരിൽ കണ്ട് ചർച്ച നടത്തി. വത്തിക്കാനിലെ മുൻ അംബാസിഡറായിരുന്ന KP ഫാബിയാൻ, മുൻ വനിതാ കമ്മീഷൻ അംഗം ശ്രീമതി പ്രൊഫസർ മോനമ്മ കോക്കാട്ട്, മുൻ പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ ശ്രീമതി ലീഡ ജേക്കബ് IAS എന്നിവർക്കാണ് മാർപ്പാപ്പയുമായി വ്യക്തിപരമായ കൂടിക്കാഴ്ചയ്ക്ക് അവസരം ലഭിച്ചത്. മെയ് 6-ന് ഇന്ത്യൻ സമയം രാവിലെ 11:30 നടന്ന കൂടിക്കാഴ്ചയിൽ എറണാകുളം അങ്കമാലി അതിരൂപതയുടെ നിലപാടുകളും പ്രശ്നപരിഹാരത്തിനുള്ള ഫോർമുലകളും ചർച്ചയായി. ഇതിനെ സംബന്ധിച്ച് തീരുമാനങ്ങൾ എല്ലാം കൈക്കൊണ്ടിട്ടുണ്ടെന്നും പൗരസ്ത്യ തിരുസംഘവും സ്റ്റേറ്റ് സെക്രട്ടറിയും ഇതിനെ സംബന്ധിച്ച നിർദ്ദേശങ്ങൾ മെയ് 13-ന് നടക്കുന്ന കൂടിക്കാഴ്ചയിൽ മേജർ ആർച്ച് ബിഷപ്പിനും പെർമനന്റ് സിനഡ് അംഗങ്ങൾക്കും നൽകുന്നതാണെന്നും മാർപ്പാപ്പ വെളിപ്പെടുത്തിയതായി കുര്യൻ ജോസഫ് പറഞ്ഞു. സിനഡൽ തീരുമാനങ്ങളിൽ സംഭവിച്ച പാളിച്ചകൾ വിശദീകരിക്കുന്ന നിവേദനം സമർപ്പിച്ച പ്രതിനിധി സംഘം എറണാകുളം അതിരൂപതയിൽ വിശ്വാസികൾക്ക് ജനാഭിമുഖ കുർബാനയ്ക്ക് വേണ്ടി നടത്തിയ വിവിധ അൽമായ സംഗമങ്ങളുടെ ഫോട്ടോഗ്രാഫുകളടക്കം മാർപ്പാപ്പയ്ക്ക് നൽകി. കുർബാന പ്രശ്നം വെറും അനുസരണത്തിന്റെ പ്രശ്നമല്ലെന്നും വിശ്വാസപരമായ പ്രശ്നമാണെന്നും വൈദികരെക്കാൾ ഉപരിയായി വിശ്വാസികൾ ജനാഭിമുഖ കുർബാനയുടെ വിശ്വാസ രീതിയിൽ വളർന്നവരാണെന്നും മാർപ്പാപ്പയെ ധരിപ്പിക്കാനായെന്ന് കുര്യനും സംഘവും അറിയിച്ചു. ഇതിനുത്തരമായി ദൈവം അറിയാതെ ഒന്നും സംഭവിക്കുന്നില്ലെന്നും സഭയെ നയിക്കുന്നത് പരിശുദ്ധാത്മാവാണെന്നും അതിനാൽ തന്നെ ഈ വക കാര്യങ്ങളിൽ ഒട്ടും ഭയപ്പെടേണ്ടതില്ലെന്നും തെറ്റിദ്ധാരണകളിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കുവാനും മാർപ്പാപ്പ പറഞ്ഞതായി കുര്യൻ ജോസഫ് അറിയിച്ചു. ജനാഭിമുഖ കുർബാനയെ സംബന്ധിച്ച് പരിശുദ്ധ സിംഹാസനത്തിൽ നിന്നും ലഭിച്ച മറുപടി തികച്ചും തങ്ങളെ നിരാശപ്പെടുത്തുന്നതായിരുന്നുവെന്നും പരിശുദ്ധ പിതാവ് ഉൾപ്പെടെ പറഞ്ഞ കാര്യങ്ങൾ കേട്ട് ദുഃഖത്തോടെയാണെങ്കിലും പരിശുദ്ധ പിതാവിനെ ഓഫീസിൽ കണ്ടതിലുള്ള സന്തോഷം പ്രകടിപ്പിച്ച് തിരിച്ചു പോരേണ്ടതായി വന്നുവെന്നും കുര്യൻ ജോസഫ് വെളിപ്പെടുത്തി. നിങ്ങൾ സീറോ മലബാർ സഭയിൽ പെട്ടവരാണെന്നും ലത്തീൻ സഭയുടെ ആരാധനാക്രമം പിന്തുടരേണ്ടവരല്ല എന്നും പരിശുദ്ധ പിതാവ് പറഞ്ഞതായും സഭയുടെ സിനഡിനെ അനുസരിക്കാനും ആരാധനാക്രമപരമായ വിഷയങ്ങളിൽ സഭയുടെ പഠനങ്ങളിൽ നിന്ന് പുറകോട്ടു പോകാൻ സാധിക്കില്ല എന്നും പരിശുദ്ധ പിതാവ് ഓർമ്മിപ്പിച്ചതായും മുൻ ഡിപ്ലോമാറ്റ് ഫാബിയാൻ കൂട്ടിച്ചേർത്തു. ലത്തീൻ സഭയിൽ ജനിച്ചു വളർന്ന തനിക്ക് ജനാഭിമുഖ കുർബാനയോടുള്ള താല്പര്യം ഏറെയാണെന്ന് ശ്രീമതി ലീഡ ജേക്കബ് പറഞ്ഞത് ചെറുചിരിയോടെയാണ് പരിശുദ്ധ പിതാവ് കേട്ടതെന്ന് അവർ അറിയിച്ചു. 30-50 വർഷത്തെ തെറ്റായ പാരമ്പര്യമല്ല, 2000 വർഷത്തെ സഭയുടെ പാരമ്പര്യത്തിനാണ് പ്രാധാന്യം നൽകേണ്ടതെന്നുള്ള വസ്തുത പരിശുദ്ധ സിംഹാസനം വെളിപ്പെടുത്തിയപ്പോൾ അത് ഞെട്ടലോടെയാണ് താൻ സ്വീകരിച്ചതെന്ന് സോഷ്യൽ ആക്ടിവിസ്റ്റും സഭാ ക്രിട്ടിക്കുമായ മോനമ്മ കോക്കാട് കനത്ത സ്വരത്തിൽ പ്രതികരിച്ചു. തങ്ങൾക്ക് പരിശുദ്ധ പിതാവിനെ കാണുവാൻ വേണ്ട എല്ലാ സൗകര്യങ്ങളും ചെയ്തു തന്ന സ്റ്റീഫൻ ചിറപ്പണത്ത് പിതാവിനും കുര്യാക്കോസ് ഭരണികുളങ്ങരയ്ക്കും അപ്പസ്തോലിക് അഡ്മിനിസ്ട്രേറ്റർ ബോസ്കോ പുത്തൂരിനും കൂടിക്കാഴ്ചയ്ക്ക് പ്രത്യേക ശുപാർശ നൽകിയ മേജർ ആർച്ച് ബിഷപ്പ് റാഫേൽ തട്ടിൽ പിതാവിനും പ്രത്യേകം നന്ദി അർപ്പിക്കുന്നുവെന്ന് കുര്യൻ ജോസഫും സംഘവും അറിയിച്ചു.